മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോമാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെറുപയറും ചേനയും നേന്ത്രക്കായും കൂടെ ചേർന്ന് നല്ലൊരു നാടൻ കറിയാണ്. നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ നാടൻ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. ആദ്യമായിട്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്, നേന്ത്രക്കായ, ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ വേണം, പിന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചെറിയ ഉള്ളി, കറിവേപ്പില, കാന്താരി മുളകെല്ലാം എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. ഇനി നമ്മൾക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഈ ചെറുപയർ ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ ഒന്ന് വറുത്തെടുത്താൽ അതിൻ്റെ ആ വഴുവഴുപ്പ് ഉണ്ടാവില്ല. ഇതിൽ കാണുന്നില്ല ഒരു വെളുത്ത കളർ, അതാണ് ഈ വഴുവഴുപ്പ് ഉണ്ടാക്കുന്നത്. വറുത്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും. ഇതിനൊരു 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ചെറുപയർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുറിച്ച ചേന ചേർത്ത് കൊടുക്കാം. കായം മുറിച്ചത് ചേർക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് അരച്ച മുളക് ചേർക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കുക്കർ മൂടി വെച്ച് നമുക്കൊരു 3 വിസിൽ വരും. ഇത് സ്റ്റീം വന്ന് നമുക്ക് വെയിറ്റ് വയ്ക്കാം. ഒരു 3-4 വിസിൽ മതി. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മിക്സീൻ്റെ ജാറിലേക്ക്. ഇതിന് ജീരകം, വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിക്സീൻ്റെ ജാറ് മൂടി വയ്ക്കും. ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കുക്കർ നല്ലോണം ആറിയിട്ട് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. ഇനി നമ്മൾക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങയും വെള്ളുള്ളിയും ജീരകം, ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ചൂടാവണം. കൂട്ടുകാരിൽ ആരെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മളെ കറിയുടെ മസാലയൊക്കെ അരച്ച്, മസാല എന്ന് പറഞ്ഞാൽ എല്ലാം പച്ചയാണ്. തേങ്ങയും ജീരകവും വെള്ളുള്ളിയും ചെറിയ ഉള്ളിയാണ് ചേർത്തത്. നമുക്കിതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിവിടെ ഒരു ചെറിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തു, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത്. കുറച്ച് കറിവേപ്പില ചേർത്ത്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചേർത്ത് വറവിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ഒന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി നമ്മൾക്ക് ചോറിൻ്റെ കൂടെ, ഈ കഞ്ഞിയുടെ കൂടെ, പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ, പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണിത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തന്നോളൂ.
അഥവാ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് അരസമുളക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇപ്പോൾ നമ്മുടെ വറവോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വറവ് നമ്മൾ ഇതിൽ ചേർത്ത് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതാ നമ്മളുടെ കറിയെല്ലാം കൂടെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറിൽ നല്ലൊരു നാടൻ കറിയാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് എരിവെല്ലാം പാകമായിട്ടുണ്ട്. നമ്മൾക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കറിയുടെ സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നമ്മളുടെ ചെറുപയറും പിന്നെ ചേന, കായ എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ തനി നാടൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.